ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് UK വന്നിട്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ നമ്മളിത് നമ്മുടെ മൂന്നാമത്തെ വീട് ചേഞ്ചിങ് ആണ്. നമ്മൾ സ്വന്തമായിട്ട് മേടിച്ച വീടല്ല, നമ്മള് സ്വന്തമായിട്ട് വാങ്ങാൻ ഇപ്പൊ അത്യാവശ്യം ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മേ ബി ഇൻ ഫ്യൂച്ചറിൽ നമുക്കത് ഇതേണൊക്കെ വീഡിയോ നമ്മൾ ചിലപ്പോൾ ചെയ്യും. ഇങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് വീടൊക്കെ മേടിക്കുന്നത്. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മളിതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വീട് നമ്മളിപ്പം റെന്റിനെടുത്ത് നമ്മൾ മാറുകയാണ് ചെയ്തത്. അപ്പൊ 3 വട്ടം നമ്മൾ മാറി. ഒന്ന് നമ്മൾ കോൺട്രിയിൽ നിന്ന സമയത്ത് നമ്മള് വളരെ സിമ്പിൾ ആയിട്ട് മാറി. കാരണം അവിടെ ഇഷ്ടം പോലെ അക്കോമഡേഷൻ ഒക്കെ വളരെ ലഭ്യമാണ്. സ്റ്റുഡന്റ് വിസയിൽ നിൽക്കുന്ന സമയത്ത് അവര് ഹൗസ് ഷെയർ ഒക്കെ ആയിരിക്കും. ആ ഒരു ഏരിയയിൽ മെയിൻലി സ്റ്റുഡന്റ് എല്ലാവരും ഹൗസ് ഷെയർ ആണ്. അതെ, അതിനുശേഷം ഞങ്ങൾക്ക് വർക്ക് വിസ കിട്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ലണ്ടൻ സൈഡിലോട്ട് മാറി. സെൻട്രൽ ലണ്ടനിലേക്ക് സറിയിലേക്ക് മാറിയപ്പോൾ ഏകദേശം ഇവിടുത്തെ സെൻട്രൽ ലണ്ടനിലേക്ക് പോകാനായിട്ട് നമുക്കൊരു 40 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഈ ഒരു ഏരിയയിലേക്ക് മാറിയപ്പോൾ നമ്മൾ ഒരു വീട് നമ്മൾ റെന്റിനെടുത്ത് നമ്മൾ കോൺട്രിയിൽ നിന്ന സമയത്ത് തന്നെ നമ്മൾ റെന്റിനെടുത്ത് നമ്മൾ. പക്ഷെ ആ സമയത്ത് നമുക്ക് വലുതായിട്ടൊന്നും നമുക്ക് തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. കാരണം നമുക്ക് വലിയ വേറെ നമ്മുടെ അഡ്രസ്സ് പ്രൂഫായിട്ട് നമുക്ക് വലിയ വേറെ കോൺട്രിയിൽ നിന്നിരുന്ന സമയത്ത് എന്തായാലും നമ്മുടെ സ്റ്റുഡന്റ് വിസയിലാണ്. ആ വീട് നമ്മുടെ പേരിലോ ഒന്നും അല്ലായിരുന്നു. എന്താ ഒരു മാസം ആകുമ്പോഴത്തേക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് റെന്റ് പേ ചെയ്യുന്നു, വേറൊന്നുമില്ല. നമ്മുടെ പേരില് ബിൽസോ ഒന്നും തന്നെ ഉണ്ടായിരുന്നു. വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വീട്ടിലാണ് ഞങ്ങൾ നിന്നത്. പക്ഷേ എന്നിട്ട് നമ്മൾ ചേർച്ചിയിൽ അടിപൊളി ഒരു വീട്, നല്ലൊരു നമ്മുടെ പുതിയ അപ്പാർട്ട്മെന്റ്. അത് നമുക്ക് കിട്ടിയത് ഫർണിഷ്ഡ് ആയിരുന്നു. ഫർണിഷ്ഡ് ആയിരുന്നു. അത് ന്യൂലി ഫർണിഷ്ഡ് ആണ്. നമുക്ക് യാതൊരുവിധ തലവേദന ഇല്ലായിരുന്നു. നമുക്കത് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. ബട്ട് അല്ലാതെ നമുക്ക് വേറെ യാതൊരു അഡ്രസ് ചേഞ്ചിങ്ങിന്റെ കാര്യം അങ്ങനെയൊന്നും നമുക്ക് ഒരു പിടുത്തോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം നമ്മള് ഒന്ന് അൺസെറ്റിൽ ആണെങ്കിൽ പോലും നമുക്ക് എല്ലാം ഫർണിച്ചറും എല്ലാം ഈസി ആക്സസിബിൾ ആയിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളിപ്പോ ഈ മൂന്നാമത്തെ വീട്ടിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിന്റെ പിന്നിലുള്ള നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു പരിപാടി, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലായത്. അതേപോലെ തന്നെ നമുക്ക് അഡ്രസ് പ്രൂഫ്, നമ്മുടെ അഡ്രസ്സുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിന് ചേഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. നമ്മുടെ ടി വി ലൈസൻസ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതിനകത്തുള്ള അഡ്രസ് നമ്മൾ മെയിൻ ആയിട്ട് ചേഞ്ച് ചെയ്യണം. അഡ്രസ് ചേഞ്ച് കൊടുക്കണം. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ അതിനകത്തെല്ലാം നമ്മൾ അഡ്രസ് ചേഞ്ച് ചെയ്യണം. ഓൺലൈൻ പോയി അഡ്രസ് ചേഞ്ച് ചെയ്യണം. അതെ. പിന്നെ പിന്നെ നമ്മുടെ ഡ്രൈവിംഗിന്റെ ലൈസൻസിന് അല്ലെങ്കിൽ നമുക്ക് ഫൈൻ അവിടെ കിടക്കും, നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മെയിൻ ആയിട്ട് ചെയ്യേണ്ട നമുക്ക് ലൈസൻസ് ഉള്ളവർക്ക് പ്രത്യേകിച്ച് വണ്ടിയുടെ ബുക്കും പേപ്പർ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ, അത് V4 പേപ്പർ കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺലൈൻ ത്രൂ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓൺലൈനിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് കാർഡ് വരും. നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് പോസ്റ്റിൽ അവർ അയച്ചു തരും. അതേപോലെ തന്നെ നമ്മുടെ പഴയ കാർഡ് എന്ത് ചെയ്യണം, ലൈസൻസ് എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുക്കണം. അത് മസ്റ്റാണ്, അല്ലെങ്കിൽ അതിനുള്ള ഫൈനും വരും. പിന്നെ നമ്മളെ ബാങ്കിലുള്ള എല്ലാ കാര്യങ്ങളും, ഇടപാടുകൾക്കുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ നമ്മൾ അഡ്രസ് പ്രൂഫ് ചേഞ്ച് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ പഠിക്കുന്ന സ്കൂളിലുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ നമ്മളെ എംപ്ലോയേഴ്സിനെ നമ്മൾ അറിയിക്കണം, നമ്മൾ അഡ്രസ് പ്രൂഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. യൂട്ടിലിറ്റി ആയിട്ടുള്ള, അതായത് വാട്ടർ, ഇലക്ട്രിസിറ്റി, യൂട്ടിലിറ്റീസ് എല്ലാം നമ്മൾ കട്ട് ചെയ്യണം, എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പുതിയ വീട്ടില് നമ്മുടെ പേരിൽ തന്നെ പുതിയ കണക്ഷൻ എടുക്കണം. അതെ, ഗ്യാസ്, വാട്ടർ, ഇലക്ട്രിസിറ്റി അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം. പിന്നെ അതിനൊക്കെ നമ്മുടെ പേരിൽ എന്തെങ്കിലും ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. ബട്ട് ഞങ്ങൾ ഈ ഒരു വീട് എടുത്ത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നല്ല കണക്ക് നമ്മൾ സ്ട്രഗ്ലിംഗ് ചെയ്യായിരുന്നു. ഏകദേശം നമുക്ക് 15 ഡേയ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പഴയ വീട്ടിൽ നിന്ന് മാറിയപ്പോൾ തന്നെ 15 ഡേയ്സ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് നല്ല സ്ട്രഗിൾ ആയിരുന്നു. പെട്ടെന്ന് അതെ, ലിജിനുള്ളതുകൊണ്ട് നമുക്ക് കുറെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പിന്നെ സാധനങ്ങൾ മാറ്റാനായിട്ട് എന്റെ അമ്മ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന കാര്യം ഭയങ്കര പാടായിരുന്നു. നമ്മുടെ വണ്ടി തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ച് ദിവസം, ഇത്ര ദിവസം ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ ആ വീട് ഞങ്ങൾക്ക് കട്ടാക്കി നല്ല മിസ് ചെയ്തു. പിന്നെ ഇവിടെ ഫർണിഷ്ഡ് അല്ലായിരുന്നു വീട്. പിന്നെ നമ്മൾ ഫർണിഷ്ഡ്, അതൊക്കെ നമ്മൾ വേറെ വീഡിയോ കാണിക്കാം. പിന്നെ നമ്മൾ എങ്ങനെ ഫർണിച്ചർ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടുന്നൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അതെ, നമ്മൾ കുറച്ച് സെറ്റായി വരുന്നേ ഉള്ളൂ. എന്നാൽ പോലും ഞാൻ നിങ്ങളെ കാണിച്ചു തരും. അതായത് നമുക്ക് ഒരു ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ അടുത്ത നെക്സ്റ്റ് ഇതേക്ക് വീട് വാങ്ങുന്ന എത്ര പേരുണ്ടാവും. അപ്പൊ അവർക്കും ഇതിനൊക്കെ ഒരു ഉപകാരപ്പെടും. പിന്നെ നമ്മൾ മെയിൻലി ഒരു അഡ്രസ്സിൽ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അല്ല നമ്മളെ ക്രെഡിറ്റ് സ്കോറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് ബാധിക്കും. അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കഴിഞ്ഞ അഡ്രസ്സിൽ ഞങ്ങൾ ഏകദേശം 2 years നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇങ്ങോട്ട് മാറിയതിന്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസക്കുട്ടി, നമ്മുടെ ദിയക്കുട്ടിയുടെ സ്കൂള് ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് ആണ്. അത് വീടിന് നേരെ ഓപ്പോസിറ്റ് സ്കൂളാണ്. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്. മറ്റേന്ന് വെച്ചാൽ നമ്മൾ കുറെ ഡ്രൈവ് ചെയ്ത് ഇവിടം വരെ എത്തണമായിരുന്നു.
അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഡ്രൈവ് ചെയ്യാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ആ സമയത്ത് ഭയങ്കര ട്രാഫിക് ആണ്. അപ്പൊ നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികളുടെ സ്കൂള്, നമ്മളെ വർക്കിന് പോകുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഈസി ആക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയിൽ നമ്മൾ വീട് റെന്റിന് എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മേടിച്ചാൽ അത് അങ്ങനെയുള്ള വീട് എടുക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത്, അല്ലേ? അപ്പൊ നമുക്ക് കുറച്ച് പെട്ടെന്ന് നമുക്ക് അക്സസിബിലിറ്റി കിട്ടും, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നമുക്ക് വീട് വാടകയ്ക്ക് എടുക്കുന്നതിനകത്ത് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. നമ്മൾ വീട് പോയി കണ്ട്, പിന്നെ നമ്മൾ വീട് പോയി വ്യൂ ചെയ്ത്, പിന്നെ അവര് എഗ്രി ചെയ്യണം, ലാൻഡ്ലോഡിന് ഓക്കെ ആവണം, നമ്മൾ ഓക്കെ ആണോ എല്ലാ കാര്യങ്ങളെല്ലാം. പിന്നെ കുട്ടികൾ, പഴയ നമ്മുടെ ഹിസ്റ്ററി അവർ നോക്കും കേട്ടോ. പഴയ ഫുള്ള് നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ട് അവർ നമുക്ക് തരും. നമ്മളെ റെന്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ പക്കയാണോ നോക്കിയിട്ടൊക്കെ തരും. അപ്പൊ നമ്മൾ റെന്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പുതിയൊരു വീട് നമുക്ക് റെന്റിന് എടുക്കാം. ഈവൻ ദോ നമ്മുടെ ഈ ഒരു സംഭവം നോക്കിയിട്ടാണ് പോലും ബാങ്ക് പോലും നമ്മളൊരു വീട് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മോർഗേജ് പോലും തരുന്നത്. സോ നമ്മുടെ റെന്റ് കാര്യങ്ങളൊന്നും മുടങ്ങാതെ കറക്റ്റ് ടൈമിന് ബിൽസ് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് പേയ്മെന്റിന്റെ കറക്റ്റ് സമയത്ത് നമ്മൾ എല്ലാ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് അതൊക്കെ നമ്മൾ പിന്നെ ഫ്യൂച്ചറിൽ എന്തായാലും നമുക്ക് അതിനൊരു പണി വരും. അപ്പൊ ആ പണി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കും. അതെ. അപ്പൊ പിന്നെ നമ്മൾ പഴയ വീട് നമ്മൾ റെന്റിന് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഫുൾ ക്ലീൻ ചെയ്ത്, അതെ നമ്മൾ അത് ഫുള്ള് ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു, അല്ലെങ്കിൽ അതെല്ലാം ഡാമേജ് ഒന്നും സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളെ 2 years ഉപയോഗിച്ചല്ലോ. പിന്നെ നമ്മൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ചെറിയ ക്യാഷ് എന്തായാലും അവരെടുക്കും. അതെ. അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് ഇവിടെ ഈ വീട്ടിൽ വന്നപ്പോൾ അവര് ഫുള്ള് നമ്മളെ അഗ്രിമെന്റിൽ ഫുള്ള് എഴുതിയിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ലാൻഡ്ലോർഡ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ വീട് വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ലീൻ ചെയ്യണ്ട, ഡീപ് ക്ലീനിങ്ങിന് അതെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ വിചാരിക്കും നമ്മുടെ റെന്റ് വീടല്ലേ കുഴപ്പമില്ല നമ്മൾ നോക്കണ്ട. ബട്ട് നമ്മുടെ വീട് പോലെ നമ്മൾ കരുതി കഴിഞ്ഞാൽ നമുക്കത് അടിപൊളിയാണ്. അപ്പം നമ്മൾ ഈ മൂവ് ചെയ്ത കാര്യങ്ങളും സെറ്റുകളൊക്കെ നമ്മൾ കാണിക്കുക കേട്ടോ. പഴയ വീട് അതെ. പിന്നെ ഈ ഹോം ടൂർ നമ്മളിപ്പോ കാണിക്കുന്നില്ല. നമ്മൾ കുറച്ചൊന്നും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ആയിട്ട് നമുക്ക് കാണിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വീടിന് റെന്റിന് എടുക്കുമ്പോൾ നല്ല പണികൾ നമുക്ക് കിട്ടാനും ഉണ്ട്. അപ്പൊ നമ്മൾ പണി വരാതിരിക്കാനും നമ്മൾ വീട് റെന്റിന് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഏജൻസി നമ്മളെല്ലാം പക്കയാണോ ക്ലിയർ ആണോ എന്നുള്ളതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള പൈസയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ മൂവ് ചെയ്യാനും. ഓക്കെ. ഒരുപാട് ഏജൻസീസ് ഉണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ നമ്മൾ നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിന്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വീട് എടുക്കാനും, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പിന്നെ അതിന്റെ കുറെ പോരായ്മകളൊക്കെ വരും. ബട്ട് നമ്മളിപ്പോ നമ്മൾ സമീപിച്ച ഈ 2 ഏജൻസികളും അടിപൊളിയായിരുന്നു, ടോപ്പായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിരുന്നു. പിന്നെ കൂടുതലും ഫർണിഷ്ഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം പിന്നെ നമുക്ക് ഫർണിച്ചറിന് വേണ്ടി കിടന്ന് ഓടാതിരിക്കാം. പിന്നെ നമുക്ക് ഫർണിച്ചർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഏരിയയില് ഓൾമോസ്റ്റ് എല്ലാ ഏജൻസീസും. അതെ. പിന്നെ നമ്മൾ 2 വട്ടം നിന്നത് അപ്പാർട്ട്മെന്റിലായിരുന്നു, നമ്മൾ വീട്ടിലല്ല, ഒരു ഹോം അല്ല നമുക്ക് ഇതുവരെ കിട്ടിയത്. അതുകൊണ്ട് മേ ബി നമുക്ക് ഒരു ഡ്രീം ഹോം മേ ബി നമുക്ക് ഫ്യൂച്ചറിൽ മേടിക്കാൻ പറ്റട്ടെ. അപ്പൊ നമുക്ക് അതിന് നമ്മൾ ട്രൈ ചെയ്യും. എന്തായാലും നമ്മൾ അതിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. അപ്പൊ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലോ. അല്ല, ഞാൻ ഇവിടെ കണ്ട ഡിഫറൻസ് എന്താണെന്ന് അറിയാം. കോവൻട്രിയിലും അവിടെയൊക്കെ വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ക്ലീൻ ചെയ്യാതെ ഒട്ടും തന്നെ ക്ലീൻ അല്ലാണ്ടാ തരുന്നത്. അല്ല, ഇപ്പോഴും നല്ല അക്കോമഡേഷൻ ഒക്കെ കോൺട്രിയിൽ കിട്ടാറുണ്ട്. അങ്ങനെയുള്ള അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈവൻ ദോ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പോയി വ്യൂ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ, നമുക്കെല്ലാം കൊണ്ട് കൺവിൻസ് ആയാൽ മാത്രമേ നമ്മളത് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ നമ്മൾ ഇങ്ങനെ അതിന്റെ ഇൻ ബിറ്റ്വീൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. ഇവിടെ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഹോൾഡിംഗ് ഡിപ്പോസിറ്റ് കൊടുത്തിട്ട് നമ്മൾ ഇൻ ബിറ്റ്വീൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. മേ ബി ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ചെറിയൊരു എമൗണ്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് വലിച്ചു നീട്ടുന്നില്ല വീഡിയോ. അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ബാക്കിയുള്ള നമ്മളെ ഈ വീട് ഷിഫ്റ്റ് ചെയ്തതിന്റെ കാര്യങ്ങൾ അത് ഇതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ കാണിക്കാം. പിന്നെ ഈ പുതിയ വീട്ടിൽ വന്നതിന്റെ ഒരു ഹോം ടൂർ നമ്മള് സെറ്റ് ആയിട്ട് നമ്മള് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് അടിപൊളിയാക്കിയിട്ട് നമ്മൾ കാണിക്കും. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫുള്ള് സാധനങ്ങൾ നമ്മളെല്ലാം ലോഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കയറ്റി നമുക്ക് നേരെ വണ്ടിയിലോട്ട് എടുത്താൽ മതിയായിരുന്നു. ബട്ട് ഇവിടെ നിന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോഴല്ലോ അവിടെ വലിയൊരു സീനുണ്ട്. അത് ബ്രോയ്ക്ക് നല്ല കണക്കറിയാം ആ സീനല്ലേടാ.
അന്നേരം അവന് നല്ലപോലെ അറിയാം എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെന്നിട്ട് നമ്മളത് എങ്ങനെയാണ് അവിടെ നമ്മൾ ലോഡ് ചെയ്യുന്നതിൻ്റെത്. എന്നാലും ആ ഒരു ടെക്നിക്ക് നമ്മളത് ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് നന്നായി. അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിലേക്ക് നേരെ കയറ്റി പോകാനുള്ള പരിപാടിയാണ്. ഇതൊന്നും അല്ലാട്ടോ, ഒരു ട്രിപ്പ് ഞാൻ ഓൾറെഡി പോയി വന്നിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എനിവേ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ വണ്ടി വളരെ ഒരു ചെറിയ വണ്ടിയാണ്. എന്നാൽ പോലും നമുക്ക് എല്ലാ കാര്യത്തിനും കൂടെ എപ്പോഴും നമ്മളെ കൂടെ നിന്നാണ് നമ്മുടെ ഈ വണ്ടി. അപ്പോൾ അതിനകത്ത് നമുക്ക് കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കുറേശ്ശെ നമ്മൾ മൂവ് ചെയ്തിട്ടിരിക്കുകയാണ്. നല്ല ഹാർഡാണ്. പിന്നെ ഇവിടെ നമുക്ക് റൂം ഷിഫ്റ്റിങ്ങിന് നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ വേറെ വണ്ടിയൊന്നും വിളിക്കാത്തത്. നമുക്ക് കുറേ വാൻ സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. A to Z കാര്യങ്ങൾ അവർ ഇവിടുന്ന് മാറ്റിത്തരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മേലോട്ട് പോയിട്ടുണ്ട്, അവന് ഒരു സാധനം എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം അതെടുത്തിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ നമുക്കൊരു പാർക്കിംഗ് ഉണ്ട്, അവിടെ പോയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഫുള്ള് പൊടിയൊക്കെ അടിച്ച് ടയർഡായി, നല്ല ടയർഡായി. എന്നാലും നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്നുള്ള രീതി കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം കാണിച്ചത്. അപ്പോൾ നമ്മളെ 10ാമത്തെ നിലയിലാണ് നമുക്ക് പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും പുതിയ വീട് എന്തായാലും ഞാൻ ഇപ്പോഴേ കാണിക്കുന്നില്ല. ഇതെല്ലാം ഫുള്ള് ഷിഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ എല്ലാം കൊണ്ട് സെറ്റായിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, പുതിയ വീടും കാര്യങ്ങളൊക്കെ. പുതിയ വീട് എന്ന് പറയാനായിട്ട് നമ്മുടെ സ്വന്തം വീട് അല്ലെങ്കിൽ പോലും നമ്മൾ റെൻറ്റിന് താമസിച്ചാൽ നമ്മൾ സ്വന്തം വീടാണ് കാണുന്നത് നമ്മളിപ്പോൾ കാണേണ്ടി. അപ്പോൾ എന്തായാലും നമുക്ക് റെൻറ്റ് വീടാണെങ്കിൽ പോലും നമ്മൾ സ്വന്തം വീട് പോലെയാണ് നമ്മൾ കാണുന്നത്. സോ അപ്പം അത്രയും ഇതായിട്ടാണ് നമ്മളിപ്പം നിന്ന വീട്ടിൽ നമ്മൾ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്നാലും നമ്മൾ വിട്ടുമാറേണ്ടി വന്നു. 2 വർഷം നമ്മൾ ആ ഒരു വീട്ടിൽ താമസിച്ചു. അത് തന്നെ ഒരു വലിയ കാര്യം. അപ്പം 3ാമത്തെ വർഷമാണ് നമ്മൾ ഇങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ദിയയുടെ സ്കൂൾ നേരെ തൊട്ട് ഓപ്പോസിറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത് മെയിനായിട്ട്. മനസ്സിലായി, അവളുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആവും. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ പെട്ട് ഞാൻ കുറേ നല്ല ബുദ്ധിമുട്ടിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതൊക്കെ പിന്നെ അവിടെ ഉള്ള റിവർ സൈഡ് അടിപൊളി പീസ്ഫുള്ളായിരുന്നു. ഇവിടെ വെച്ചാൽ കുറച്ച് ടൗൺ സെൻറ്ററാണ്. അപ്പം ടൗൺ സെൻറ്റർ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും പ്രശ്നമില്ല, നമുക്ക് റിവർ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് റിവറിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് 5 മിനിറ്റ് കൂടെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവറിലോട്ട് പോകാം. ഉണ്ടോ, ഇവിടെ നിൽക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മുടെ ടെസ്കോയും കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടില്ലേ? നമ്മുടെ ടെസ്കോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നുണ്ട് തോന്നുന്നു. കാണുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ടെസ്കോ അവിടെ കണ്ടില്ല, അവിടെയാണ് നമ്മുടെ ടെസ്കോ. ഇവിടെ നമ്മുടെ റോയൽ മെയിലിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ ലിജിൻ ബ്രോ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കൂടുതലും എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പം ഷിഫ്റ്റ് ചെയ്യാനായിട്ടെല്ലാം അവൻ്റെ ഒരു ഹെൽപ്ഫുൾ, വളരെ ഒരു ഒരു ഹെൽപ്ഫുള്ളായിരുന്നു ലിജിൻ്റെത്. എന്തായാലും അവനുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോയി. പിന്നെ നമുക്ക് പാർക്കിംഗ് ഉണ്ട്, റിസർവ്ഡ് പാർക്കിംഗ് തന്നെയാണ്. നമ്മുടെ ബേയിൽ നമുക്ക് തന്നെ പാർക്കിംഗ് എപ്പോഴും കിട്ടും. അപ്പോൾ അതിൻ്റെ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളുണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ അതെല്ലാം ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടെ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ദിയയുടെ ടോയ്സാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. നമുക്ക് ഫർണിച്ചറോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇനിയും ഇതെല്ലാം പറക്കി ഇനി നമ്മളടുത്ത് പുതിയ വീട്ടിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ലിജിൻ ബ്രോ ഇപ്പോൾ എത്തും. ഓക്കെ, അപ്പോൾ ലിജിൻ ബ്രോ വന്നിട്ട് നമുക്ക് കാണാം. ലിജിൻ ബ്രോ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്കാണല്ലോ നമുക്ക് ഈ ഒരു ടെസ്കോയുടെ ഈ ഒരു ട്രോളി കിട്ടി. അത് ഭയങ്കര ഒരു ഉപകാരമായി. ആരോ വഴിയിൽ ഉപേക്ഷിച്ചതാണ്, എന്നാൽ പോലും എനിക്കത് വളരെ ഉപകാരമായി. കാരണം ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഈ 10ാമത്തെ നിലയിൽ ഞാൻ താഴോട്ട് കൊണ്ടുപോയി നമ്മുടെ റൂമിലേക്ക് വെക്കുന്നത് വളരെ ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ട്രോളിയിലേക്ക് ഞാൻ ഫുള്ള് സാധനങ്ങൾ കയറ്റി ഉരുട്ടിക്കൊണ്ട് പോകുന്നത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. എന്നാലും ആർക്കായാലും അത് വളരെയധികം നന്ദി. അപ്പോൾ കണ്ടില്ലാണ്ട് ഈ സാധനങ്ങൾ ഫുള്ള് നമുക്ക് ഇതിനകത്ത് വെച്ചുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുണ്ട് എല്ലാം കറക്റ്റ് നമ്മുടെ ആ ഒരു കയ്യിൽ ഈ ട്രോളി കിട്ടിയോണ്ട് എല്ലാ കാര്യവും. എന്നാലും ടെസ്കോയ്ക്ക് വളരെ നന്ദി. ഈ ഇവിടെ ഇട്ടവനും വളരെയധികം നന്ദി. വളരെ ഈസി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി ഇതെല്ലാം കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്തായാലും പുതിയ വീട് കാണിക്കും. എന്തായാലും ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ കാണിക്കാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ള് നമ്മൾ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുള്ള് വീട് മൊത്തം എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റായി. അപ്പോൾ നമുക്കിനി ലാസ്റ്റ് പാർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കിയറെ ഇവിടെ നിന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഭയങ്കര മേജർ മിസ്സിങ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. മിസ്സിങ് എന്നല്ല, മനസ്സിനെ അങ്ങോട്ട് വിഷമത്തിലാക്കുന്ന ഒരു സംഭവമാണ് ഈ അക്വേറിയം. ഫുള്ള് സെറ്റായതാണ് കേട്ടോ. ഈ ചെടിയും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റായതാണ്. അതിനെ ഞാനിനി വീണ്ടും ഇളക്കി വീണ്ടും ഞാൻ റീസെറ്റ് ചെയ്യണമെന്നെല്ലാം ആലോചിക്കുമ്പോഴത്തേക്കിനി ഈ ചെടികളൊക്കെ കിളിച്ച് വരാനായിട്ട് നല്ല ടൈം എടുക്കും. എല്ലാ ചെടിയും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫുള്ള് സെറ്റായതായിരുന്നു കേട്ടോ. പിന്നെ അതിന് കുറച്ച് സമയം എടുക്കും. ഇനി എന്തായാലും നമുക്കിത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് മറ്റേ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ദിയയുടെ സീറ്റ് എടുക്കണം, ചൈൽഡ് സീറ്റ് എടുക്കണം. പിന്നെ ബാക്കിയെല്ലാം ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് ബെഡ്റൂം എല്ലാം കാലിയാക്കി ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഫുൾ ടോട്ടലി നമ്മളെ പരിപാടികൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. അപ്പം നമുക്കിനി ആകെ ഉള്ളൊരു പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വേറിയം മാത്രമേ ഉള്ളൂ. അതും കൂടെ എടുത്ത് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവുക. പിന്നെ നാളെ കീയും കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ മാനുവലും കാര്യങ്ങളും അപ്പോൾ അവർ വന്നിട്ട് ചെക്ക് ചെയ്യാനുള്ളതൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ ബാക്കി ഇവിടുന്ന് കൊണ്ടുപോകാൻ എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫുൾ സെറ്റ്. പിന്നെ എൻ്റെ മേജറായിട്ട് എൻ്റെ കന്നിമൂലയിൽ കയറി ലിജിനിരിക്കുന്നു. എൻ്റെ കന്നിമൂലയിലെ സോഫ ആയിരിക്കും നല്ലതൊക്കെ മിസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ
ഈ വീട്ടിൽ നിന്ന് നമ്മൾ സൈൻ ഓഫ് പറയുന്നു. നമുക്കിനി പുതിയ വീട്ടിലേക്ക് കാണാം. അതിന് മുമ്പേ നമ്മൾ ഇതിനെ ഫുൾ ഇളക്കി സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോകും. പിന്നെ നമുക്ക് പുതിയ വീട്ടിലെ വിശേഷങ്ങളായിട്ട് എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം ഒരു വീട് മാറുന്നതിൻ്റെ ഫുള്ള് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീട് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. അതിവിടെ നല്ല എല്ലായിടവും ഉണ്ട്. പിന്നെ നമ്മളിനി അവിടെ പോയിട്ട് സെറ്റ് ആവണമെങ്കിൽ എന്തായാലും നല്ല സമയം എടുക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.